ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുരളീധരൻ. നമ്മുടെ യൂട്യൂബ് ചാനൽ MB4H5 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. കാരണം കുറേ ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലൊന്നും ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടും മനസ്സുകൊണ്ടും ഒന്നും ഞാൻ ക്ലിയർ ആയിരുന്നില്ല. അന്ന് ചെയ്യാമെന്ന് വെച്ച് കുറേ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നിർത്തിയ ശേഷം ഞാൻ എൻ്റെ ചാനൽ അന്ന് സ്റ്റോപ്പ് ചെയ്തു. അത് പല കാരണങ്ങൾ കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കൂടെ ഉണ്ടാവണം. നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫോളോ ചെയ്യുക, നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ നിങ്ങളുടെ നല്ല കമൻറ്റ്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്കുണ്ടാവണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ മലമ്പുഴ ഭാഗത്തേക്കാണ് കേട്ടോ, ആനക്കല്ല് ഭാഗത്തേക്ക്. ഞാൻ സങ്കടം വരുമ്പോഴും ദുഃഖം വരുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫാമിലിയായിട്ട് കൂട്ടാറുണ്ട്. ഫാമിലിയായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം അറിയാമല്ലോ. വൈഫ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളായി അവർ പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യാൻ പറ്റുക? അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളോട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഞാനുള്ളത് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ആനക്കല്ല് പോകുന്ന ഭാഗത്താണ്. മലമ്പുഴയിൽ നമ്മൾ കയറി നമ്മുടെ IIT കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന സ്റ്റോപ്പിലേക്കാണ് കേട്ടോ. നമ്മൾ കഞ്ചിക്കോട് പോകുന്ന ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അവിടെ നമ്മളൊരു നല്ല എൻ്റെ ബാക്കിൽ കാണുന്നത് നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. ആ ക്രിസ്ത്യൻ പള്ളിയാണ് എൻ്റെ ഭാഗത്ത്. ബാക്ക് നല്ല ഫോറസ്റ്റാണ്, തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങനെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അവർ പറയുന്നുണ്ട്, ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ നിന്നും എടുക്കേണ്ട പിടിക്കേണ്ട, കാരണം നിൽക്കാനൊക്കെ ഭയങ്കര വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്. അതൊക്കെ രാത്രി കാലങ്ങളിലും ഇങ്ങനെയുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിൽ ഒരു പ്ലേസ് വേണം പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുക, സുഖമായിട്ട് ഇവിടെ ഇരിക്കുക, സന്തോഷിക്കുക, നടക്കുക, ഇതൊക്കെ തന്നെയല്ലേ മനസ്സിലെ സന്തോഷം അല്ലേ? അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ വരിക, ഓക്കെ. അപ്പോൾ ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യാത്രയ്ക്ക് പോകാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ വണ്ടി കേട്ടോ. അപ്പോൾ ആളെൻ്റെ കൂടെ ഉണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടിപ്പോൾ ഒരു 3-4 മാസമായി. ഇതൊരു 14 പ്രകാരം എടുത്താണ് കേട്ടോ. അപ്പോൾ യാത്ര ചെയ്യാനൊക്കെ നമ്മുടെ സൗകര്യങ്ങൾക്ക് ട്രാവൽ വ്ളോഗേഴ്സിന് എന്തായാലും വേണം. അപ്പോൾ നമുക്കിതാ എൻ്റെ ബൈക്ക് അവിടെ ഉണ്ട്. ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വണ്ടി എടുത്തു നമ്മുടെ ഫ്രണ്ട്സിനോടൊന്നും ആരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം, ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ കൂടെയുള്ളൊരു വ്യക്തി നല്ല ഫ്രണ്ട്സാട്ടോ, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ പുള്ളി ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. നല്ല ഫുഡ് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്കൊക്കെ ബീഫ് കറിയും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോവുക. അപ്പോൾ പുള്ളി എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ട് വരണം, എൻ്റെ ഹോട്ടലിലേക്ക് വരണം, നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് ആ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം നമ്മുടെ ചാനൽ. നമുക്ക് യാത്ര തുടങ്ങാം, ഓക്കെ. ഹലോ, ഞാനപ്പോൾ പോകുന്ന ഭാഗത്തൊരു പാർക്ക് കണ്ടിരുന്നേ. ഇത് അവിടെ ഇങ്ങനെ കാണുന്ന നല്ല ചിൽഡ്രൻസ് പാർക്കാണ്, നല്ല രസമുള്ള പാർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ പോകാൻ നിൽക്കുന്നില്ല. നമ്മൾ ആനക്കല്ല് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഭാഗത്ത് തന്നെയാണ് ഈ പാർക്കുള്ളത്. അപ്പോൾ ഇതാട്ടോ, നല്ല അടിപൊളി പാർക്കാണ്. ടിക്കറ്റ്സൊക്കെ ഉണ്ട്. 100 രൂപ ഹൗസ് റൈഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്, 50 രൂപ കിഡ്സ് ബോട്ട്, എല്ലാ സംഭവവും ഉണ്ട്. ടിക്കറ്റ്സ് വെച്ചിട്ടാണുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് എന്നെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടേക്ക് പോകാൻ തയ്യാറായി നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വരും. നമ്മുടെ പാലക്കാടിൻ്റെ ബയോമെഡിക്കൽ ക്യാമ്പ് മറ്റേ വേസ്റ്റ് എന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അത് ഈ ഭാഗത്താണുള്ളത്. അവർ കണ്ടിട്ടുണ്ടാവില്ല, കുറച്ച് പേരൊക്കെ അറിയാം. മെഡിക്കലിലെ വേസ്റ്റുകൾ കൊണ്ടുവരുന്ന സ്ഥലങ്ങൾ കേട്ടോ. ഈ സ്ഥലത്താണുള്ളത്. അവിടെ നിന്ന് ഉള്ളിലോട്ട് പോകണം. പിന്നെ ഇവിടെ നിന്നൊരു പ്രത്യേക വെച്ചാൽ ഹോം സ്റ്റേ ഒക്കെ നിറയെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തുള്ള. ഇതൊക്കെ ഞാൻ കാട്ടിന നടുവിൽ നിൽക്കുക, അങ്ങനെ ഭാഗത്ത് നിൽക്കുക. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ നല്ല ഹോം സ്റ്റേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഡോർമേറ്ററിയും നല്ല സൗകര്യങ്ങളൊക്കെ നല്ല ഈ ഭാഗത്തുണ്ട്. നമുക്ക് ഫാമിലിയായിട്ട് വരാനും കപ്പിൾസായാലും ഒന്ന് അടിച്ചു പൊളിക്കാനൊക്കെ നമുക്ക് ഒന്ന് ഇരിക്കാൻ താമസിക്കണം. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാട്ടിന് നടുവിൽ കുറേ സ്റ്റേ ചെയ്യാനൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ആസ്വദിക്കുക. ബാക്കിൽ അടിപൊളി മലകൾ, നല്ല സ്ഥലങ്ങൾ കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ഞാനിങ്ങനെ അവിടേക്ക് എത്തി ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ നോക്കി കാണുകയാണ്. പക്ഷേ വണ്ടി ആയതിനും നിർത്താനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാടാണ്, അതിൽ നേരം വണ്ടി നിർത്താൻ പാടില്ല, ആനത്താരയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അത് നമ്മൾ പാലിക്കണ്ടല്ലേ, നല്ല കാര്യങ്ങളല്ല അതൊക്കെ. അതെങ്ങനെ നമ്മൾ കൊടുക്കാം കേട്ടോ. നമ്മൾ മലമ്പുഴ കയറുന്നതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഏകദേശം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ വണ്ടി യാത്രയും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിക്കില്ല. അപ്പോൾ നല്ല മല കാണുന്നത് കേട്ടോ. ആ വളവ് അങ്ങനെ കടന്ന് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറക്കുളമൊക്കെ ഉണ്ട്.
നല്ല സ്ഥലങ്ങൾ കേട്ടോ. ഇവിടെയൊക്കെ ഹോം സ്റ്റേസ് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. അത് ഇവിടെയൊക്കെ കാണുന്നത് അതൊക്കെ ഹോം സ്റ്റേ ആണ്. ഇതൊക്കെ കാണുന്നത് അവിടെയും നല്ല ഹോം സ്റ്റേ ഡോർമെറ്ററി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വഴികളിലൊക്കെ ഹോം സ്റ്റേ വന്ന് താമസിക്കുക, ആർക്കൂടി താമസിക്കാമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വീടുകൾ, കുന്നുകൾ. ഓക്കെ, അപ്പം ഞാനിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു അരി പോലെ കണ്ടേ. അപ്പം അതിനെങ്ങനെ കഴുകാൻ നടക്കുക. എന്താ മലകൾ കേട്ടോ, നല്ല കാണാൻ ഭംഗിയുണ്ട്. ഇതാ അവിടെ ചെറിയൊരു പുഴ, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, നല്ല രസമാണ്. അവിടെ നിന്നപ്പോൾ ഇങ്ങനെ കാര്യമാണെന്നൊക്കെ തോന്നി. നമ്മളെ മരം കൊടുത്താൽ വൈകുന്നേരം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉറങ്ങുന്ന കേട്ടോ. കുളിക്കാനും മോൻ കഴുകാനൊക്കെ നല്ല കഴുകാൻ. ഇതാണ് നമ്മുടെ ആള്. ഇതാ കവയിലാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ആ പൊറോട്ട ഉണ്ടാക്കാൻ റെഡി. ഞാൻ മൂപ്പിൽ തേടി എങ്ങനെ വന്നാണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ. നല്ല സ്ഥലമുണ്ട്, അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം. എനിക്ക് നല്ലൊരു ചായ ഇട്ട് തന്നിട്ടുണ്ട്. ഇതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അതിനോട് കഴിക്കാൻ പറഞ്ഞു. ഹോട്ടലിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉൾഭാഗത്താണ്.